എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ എനിക്ക് ഇതുണ്ടെന്ന് ആദ്യം എനിക്ക് തുറന്നു പറഞ്ഞൂടെ? ഞാൻ ഈ പൈസ ഇല്ലാത്തടത്ത് പലിശക്ക് മേടിച്ചിട്ടാണ് അന്ന് ആ പച്ചക്കുപ്പായൊക്കെ വാങ്ങിയിട്ടേ. എനിക്ക് പൊന്നിടുന്ന ഭ്രാന്തുണ്ടായിട്ടല്ല. ഇന്ന് അള്ള വേണ്ടി 2-3 എണ്ണം എനിക്ക് നിലവിലുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോ ഇല്ല മാസ്റ്ററെ. ഒന്ന് നിർത്തടോ ഈ വള 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 ആ കുട്ടി പറഞ്ഞു കേട്ടില്ല താൻ. ഇത്രയും സീരിയസ് ആവുമെന്ന് കരുതിയില്ല. പോട്ടെ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക. തെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കുട്ടി വിഷമിക്കണ്ട. പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഈ കാലത്ത് നടക്കില്ല. പൊക്കോളൂ. മനസമാധാനത്തോടുകൂടി കുട്ടി പോയിക്കോ. എന്താ മാർഗം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചെല്ലേ. കല്യാണക്കാര്യം വരുമ്പോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെയാ. കരിച്ചലും പിഴിച്ചലും വിഷമവും ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തു വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണാവോ? ദേ, ഇതൊരു നല്ല ആലോചനയല്ലേ മോളെ? അതങ്ങ് സമ്മതിച്ചേക്ക്. അച്ഛന്റെ എത്ര കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണിത്. എത്ര ശ്രമിച്ചിട്ടാ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത്? എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ശ്രമിച്ചത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ലേ? ആ തമ്പുരാനെയും കാത്തിരുന്നാലേ മൂത്ത് മൂത്ത് നരയ്ക്കും. നീ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഇനി ഇങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. IAS തട്ടിക്കളാം. അയ്യോ, തട്ടുകേ, അതൊന്നും വേണ്ട. വേണ്ട. എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട. എന്നാ IAS തന്തേ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആയിരുന്നു ആവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുക്കും? അതൊരു ഈ തട്ടണ വർത്താനം തന്നെയുള്ളൂ. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ട് വരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. ബോംബെ അധോലോക നായകൻ ഗിൽബർട്ട് ഡിസൂസ.
ചെയ്യേണ്ടി വന്നു പോയി. See, he has VTAC. Yeah. He needs Silocat drip and close monitoring. Does he need thrombolytic therapy? Yes, yes. എന്തായി വല്ല തുമ്പും കിട്ടിയോ? ഞങ്ങൾ ഇനി അരിച്ചു പറിക്കി നോക്കാത്ത ഒരു സ്ഥലവും ഇല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ പരിസരം വിട്ട് അധിക ദൂരം പോകാൻ ന്യായമില്ല. ഈ ചുറ്റുപാടിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണാൻ സാധ്യത. എന്താ അവന്റെ ഉദ്ദേശം? ആഭരണങ്ങളാണോ അതോ ഇനി മറ്റുള്ളതായിരിക്കോ? ആഭരണങ്ങളായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഊരിയെടുത്ത് എവിടെയെങ്കിലും ഇറക്കി വിട്ടാൻ. ഇനി അമ്മാവനോടുള്ള വൈരാഗ്യത്തിന് ആരെങ്കിലും ചെയ്തതായിരിക്കും. കുട്ടിക്ക് ആരെങ്കിലുമായി വല്ല അടുപ്പമുള്ളതായിട്ട് അറിയോ? വല്ല പ്രേമോ? അങ്ങനെയൊന്നുമില്ല. വളരെ അച്ചടക്കത്തോടെ തന്നെ അമ്മാവനോട് വളർത്തിയത്. ആ പാലക്കോളെ പഠിപ്പിക്കുന്ന മാഷ്മാരുണ്ടല്ലോ, നിങ്ങളുടെ അമ്മാവിന്റെ കെട്ടിടത്തിൽ താമസിക്കുന്നവര്, അവരാൾക്കാരെങ്ങനെയാ? അവരാളുകൾ അത്ര ശരിയല്ലെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. അതെന്താ, കുഴപ്പക്കാരാണോ? ശ്രീകുമാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ എപ്പോഴും പാട്ടും ബഹളവും കേൾക്കാറുണ്ട്. പോരാത്തതിന് ഏതോ ഒരു പുസ്തിക്കാരൻ അവരോട് താമസിക്കുന്നുണ്ട്. അയാളാണ് ഈ സ്ഥിരം വെള്ളത്തില്. അവരവിടെ കവിതയ്ക്ക് ട്യൂഷൻ എടുത്തിരുന്നല്ലോ. ആ, 1-2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. ബൈക്ക് വടക്കോട്ട് പോയതായി കണ്ടവരുണ്ട്. മരണ സ്പീഡിലായിരുന്നു അത്രേ. പോലീസ് എന്തായാലും വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ട് പോകാനും നിവൃത്തിയില്ല. ആ, എന്തായാലും ഞാനിത് കണ്ടുപിടിച്ചടങ്ങും. ഡോക്ടർ, മോൾക്ക് തീരെ വയ്യ. വേദന സഹിക്കാൻ വയ്യാതെ അവളുടെ നിലവിളിക്കാണ്. ഇന്നലെ എഴുതി തന്ന ആ ഗുളിയ അതൊന്നുകൂടി കൊടുത്തോളൂ, ഉറങ്ങിക്കോളും. അത് വാങ്ങിയിട്ടില്ല. പ്രിസ്ക്രൈബ് ചെയ്യാനല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ, എന്റെ ട്രീറ്റ്മെന്റിൽ വിശ്വാസമില്ലേ? അയ്യോ സാർ, അതല്ല. പിന്നെ കാശില്ലാഞ്ഞിട്ടാ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്ര എക്സ്പെൻസീവായ ഒരു ഓപ്പറേഷൻ നടത്താൻ പോണത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഹാർട്ട് പേഷ്യന്റ് ആ കുട്ടി. കെയർലെസ് ആയിട്ട് എടുക്കാനാ ഭാവമെങ്കിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, ഏത് നിമിഷവും ആ കുട്ടിക്ക് എന്ത് സംഭവിക്കാം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല. നമ്മൾ പെണ്ണുങ്ങൾ അണിയിച്ചിട്ട് ഒരുത്തരുത് അവർ കളത വീട്ടിൽ ലൈനാക്കി വരണേ. ഇയാൾ എങ്ങടാ ഈ പോണേ? റോഡല്ലേ? അത് ശരി. നിക്ക് നമ്മുടെ കള്ളത്തരം ആ പോണവൻ കണ്ടുപിടിച്ചോന്ന് സംശയം. പിന്നെ താൻ ഇങ്ങനെ തുറന്നു പിടിച്ച നീ ആൾക്കാർ സംശയിക്കില്ലേ? മൂന്ന് വിട്ടെ. ഡ്രൈവർ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. ആരെ ഇറങ്ങാൻ സമ്മതിക്കരുത് വഴിക്ക്. സാറേ, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എന്താ ജീപ്പിലേക്ക് എത്തി നോക്കുന്നത്? കഴിയുണ്ടോ നോക്ക. ആ കൂട്ടിക്കൊണ്ടുവരണോ പൊക്കോ? വെയിറ്റ് നോക്കാൻ പറ്റണോ? രണ്ടും കൂടി കള്ളുഷാപ്പ് ഒന്നും അറിയില്ല. എന്റെ വിദ്യാലയത്തിന്റെ പ്രതിച്ഛായനങ്ങൾ തകർത്തില്ലേ? ഈ വർഷം 100% വിജയം ഞാൻ എങ്ങനെ കൊയ്യും? കൊയ്യുന്ന വയലിൽ പോയി കൊയ്യാൻ മതി. അവന്റെ ഒരു പേക്കാരുടെ കുന്തം ഇതറിയാവടാ? അവിടെ നോക്കടാ. ഇങ്ങോട്ട് പറത്തിയിട്ട 3 വീതികൾ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ നോക്ക്. ഇന്നാണോ കുട്ടികളെ പഠിപ്പിക്കുന്ന മത്തങ്ങാ മുഖം? അറിയാവടാ? ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ വാ. അങ്ങോട്ട് ചെയ്യടാ. എന്നെ അറിയാവോ? അറിഞ്ഞൂടാ. ഇടിക്കുള്ള അധികം അറിയാം. ഇരുട്ടുമ്പം
അങ്ങ് വന്നേരെ. ആ നിങ്ങളെ ഞങ്ങൾ മാത്രം രീതി വായിച്ചാ പോരാ. എന്റെ ഈശോയേ. ഓ തല പൊട്ടിന്ന് തോന്നേ. ഓ നീ ആരാടാ മണവാള ചേർക്കണം? ഊരടമാല അപ്പം മരിക്കാൻ നേരത്തെ കഴിച്ചിട്ട് വന്നതാ. ഏതായാലും ചാൻ പോകണം, മാല അങ്ങോട്ട് ഊരി കൊടുത്താളാ. എന്നാ സാറേ എന്നാ കഴിവുറ മക്കളെ സത്യം പറഞ്ഞോണം. എവിടെ കവിത? എനിക്കറിയില്ല സാറേ. എവിടാ? എനിക്കറിയില്ല സാർ. കഴിവുറ മോനെ, സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടിന്റെ എല്ലിയാ ഓടിക്കും. എന്നെ അറിയാമല്ലോ. പിന്നെ അറിയില്ല. ആരാ തട്ടിക്കൊണ്ട് പോയത്? ഫയൽമാൻ. ഏത് ഫയൽമാൻ? കൂടെ താമസിക്കുന്ന ഫയൽമാൻ. എന്താണ് പേര്? വിഘ്നേശ്വരൻ പിള്ള.